അപ്പൊ സാഖ്യയോഗത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത് 55-ാമത്തെ ശ്ലോകമാണ്. 55-ാമത്തെ ശ്ലോകം ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകമായിട്ടുള്ളത്. അതിലാണ് സ്ഥിതപ്രജ്ഞ എന്നുള്ളൊരു പ്രയോഗം വരുന്നത്. ഭഗവത്ഗീത ഒറ്റ വാക്കിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല പല ഫ്രേസുകൾ, വാചകങ്ങൾ എടുത്തു വെക്കാൻ പറ്റും. അതിൽ പല പണ്ഡിതന്മാരും അറിവുള്ളവരും എടുത്തു വെക്കുന്ന ഒരു വാക്കാണ് സ്ഥിതപ്രജ്ഞ. ഈ 55 ശ്ലോകങ്ങൾ ഇപ്പൊ ഞാൻ ഒന്നും കൂടെ സാഖ്യയോഗത്തെ പറയാം. സാഖ്യയോഗം കുറച്ചുകൂടി വിശദമായിട്ടാണ് പ്രത്യേകിച്ച് ഈ പ്രവേശിക ക്ലാസ്സുകൾ എടുക്കാറ്. കാരണം ഈ 18 അധ്യായങ്ങളുടെ ഒരു സംഗ്രഹമാണ് 2-ാം അധ്യായമായ സാഖ്യയോഗം. കുറച്ച് കാര്യങ്ങളെ റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റേഷൻ വളരെ അത്യാവശ്യമാണ്. കേൾക്കുക, കേട്ടുകൊണ്ടേയിരിക്കുക, അതാണ് ഭാരതീയ രീതി. ശ്രവണം, മനനം, നിധിധ്യാസം. ശ്രവിച്ചുകൊണ്ടേയിരിക്കുക. ഏത് ബ്രഹ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ച്, ആത്മവിദ്യയെക്കുറിച്ച്. നല്ലൊരു വാക്കാണ് ആത്മവിദ്യ. സ്വന്തം എന്താണ് എൻ്റെ ഉള്ളിലുള്ള എന്നെക്കുറിച്ചുള്ള ഒരു വിദ്യ, ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന വാക്കുണ്ട്. അതിനെക്കുറിച്ച് ശ്രവിച്ചുകൊണ്ടിരിക്കുക. ഗ്രന്ഥങ്ങൾ ഞാൻ വീണ്ടും പറഞ്ഞു, വേദങ്ങളിൽ നിന്നുള്ള ഉത്പത്തിയാണ് ഉപനിഷത്തുകൾ. 10 ഉപനിഷത്തുകൾ ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ ഉപനിഷത്തുകളും ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ആയിട്ട് ആണ് വ്യാസ മഹർഷി നമുക്ക് മുമ്പിലോട്ട് വെച്ചിരിക്കുന്നത്. ഇത് വായിച്ചാൽ മതി, എല്ലാം വായിക്കണ്ട. കാരണം 1,00,000 ശ്ലോകങ്ങളോളമുള്ള വേദങ്ങൾ, ഇതൊന്നും ഒരു മനുഷ്യന് ജീവിതത്തിൽ അപ്രാപ്യമാണ്. അത്രയ്ക്കൊരു മോക്ഷമൊന്നും നമുക്കില്ലല്ലോ. അങ്ങനെയാണ് പിന്നെ ഉപനിഷത്തുകൾ എഴുതിയത്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഇത് മൂന്നും എടുക്കുമ്പോൾ ഉപനിഷത്തിൽ ഒരുപാട് കോട്ടിങ്സ്, ഒരുപാട് ശ്ലോകങ്ങൾ ഇതിൽ കാണാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ ഊർധ്വമൂലമധശാഖം എന്ന് തുടങ്ങുന്ന 15-ാമത്തെ പുരുഷസൂക്തം. സോറി ചെറിയ ചുമയുണ്ട്. അതൊക്കെ ഉപനിഷത്ത് ഈ സാഖ്യയോഗത്തിലുണ്ട്. ഒരുപാട് പല ഭാഗങ്ങളിലും പല ഉപനിഷത്തുകളിലും പരാമർശിച്ചതാണ്. ഇതാണ് ഒന്ന്. 2, അപ്പൊ ശ്രവിക്കുക, എപ്പോഴും ശ്രവിച്ചുകൊണ്ടിരിക്കുക, മനനം ചെയ്യുക. ശ്രവിച്ചാൽ മാത്രം പോരാ. അവിടെയാണ് ഈ അധ്യയനം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ മനനം ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു ചടങ്ങാവും. കേൾക്കുക, അതിനെക്കുറിച്ച് മനനം ചെയ്യണം, ചിന്തിക്കണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ആചാരം. പാരായണം ചെയ്തു, കേട്ടു, കുറച്ച് എന്തൊക്കെയോ കേട്ടു, സുഖമായി, അതൊരു പോളിഷ്നെസ്സാണ്. ഫൂളിഷ്നെസ് അല്ല. കേൾക്കുക, അത് മനനം ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ ബോധം ഉയർന്ന തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഗൃഹസ്ഥാശ്രമിയെ സംബന്ധിച്ച് വീടിനുള്ളിൽ വീട്, കുട്ടികൾ, ഭാര്യ, ഭർത്താവ് എന്നതിൽ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ 15-ാമത്തെ ഊർധ്വമൂലമധശാഖവും കൂട്ടിയിട്ടാണ് ഇത് വിവരിച്ചത്. അതിൽ പറഞ്ഞ ഒരു സംസാര വൃക്ഷമായിട്ട് അനന്തകോടി ജന്മങ്ങൾ എടുത്ത് എവിടുന്നോ വരുന്നതെന്ന് അറിയാതെ അവ്യക്തത്തിൽ നിന്ന്, അവ്യക്തം എന്നാണ് വാക്ക് അല്ലെ, അപ്പൊ അതിൽ ശാഖകൾ കീഴോട്ട് വീണ് കിടക്കാം. അതിന് പണ്ഡിതന്മാര് പറയുന്നത്, ജ്ഞാനികൾ പറയുന്നത്, മനസ്സിന് അല്ലെങ്കിൽ മനുഷ്യന് താഴേക്ക് വീഴാം. മനുഷ്യന് വേണമെങ്കിൽ ഏത് കീഴോട്ട് പോയിട്ടുള്ള ഒരു ജന്മത്തിൽ ജനിക്കാൻ പറ്റത്രേ. ടിബറ്റൻ ബുക്ക് ഓഫ് ഡെത്ത് ഒക്കെ പറയുന്നുണ്ട്, മൃഗത്തിൽ വേണമെങ്കിൽ ജനിക്കാം. 15-ാമത്തെ ആദ്യത്തെ ശ്ലോകത എവിടെന്നാ വരുന്നറിയില്ല, എത്ര കോടി ജന്മങ്ങളിൽ കൂടെ പോവുക. ഊർജം വേര് മുകളിലാണ് അതിന്റെ. സാഖ്യയുഗത്തിൽ തന്നെ പറയണ കേട്ടോ, പക്ഷെ അത് എടുത്തുനിന്ന് മാത്രം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മനുഷ്യന്റെ ബോധം താഴത്തേക്കും വരാം, കീഴോട്ടും വരാം, മേൽപോട്ടും വരാം. അപ്പോ ഈ ചിന്തകളിലേക്ക് മനുഷ്യനെ വരുമ്പോഴാണ് ഈ ഫിലോസഫിയും ഈ തത്വശാസ്ത്രങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതും കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ അതിനെ നമുക്ക് 3 ആക്കി തിരിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞു അതില് വിഭിന്നമായിട്ടുള്ള ഉപാസന, ജ്ഞാനമാർഗം, യഥാവിധി, കർമ്മം, ഉപാസന, ജ്ഞാനം, ഈ 3 വാക്കുകളാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോ നമ്മുടെ ചിന്തയെ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം കർമ്മശുദ്ധം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ശുദ്ധമായ ബോധത്തോടെ കർമ്മം ചെയ്യണം. നേരെ തിരിച്ചായാലും കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം വയ്ക്കുമ്പോൾ സ്നേഹഭാവത്തോടെ ഭക്ഷണം പാചകം ചെയ്യുകയാണെങ്കിൽ അതിന് സ്വാദുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നേരെ തിരിച്ചായാലോ? അപ്പോ മനുഷ്യന്റെ ഓരോ ചിന്തകളും, ആധുനിക ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് 60,000 മുതൽ 80,000 ചിന്താ തരംഗങ്ങളാണ് ആവറേജ് ഒരു മനുഷ്യന്റെ ബോധത്തില് തലച്ചോറിൽ നിന്ന്. പല വേവ്സ് എന്നാ പറയാം. തീറ്റ എന്നൊക്കെ പറഞ്ഞൊരു വേവ്സ് ഉണ്ട്. PG ഒക്കെ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ കളറുകളൊക്കെ കാണാം നമുക്ക്. ഇത്രമാത്രം ചിന്തകളാണ്. അപ്പൊ ഈ കർമ്മത്തില് ശുദ്ധി ഉണ്ടാവാന്ന് പറഞ്ഞാൽ വലിയൊരു പാടാണ്. അപ്പോഴാണ് ഉപാസന വരുന്നത്. ഉപാസിക്കുക, ആരെയും ഉപാസിക്കുക നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള, ഇപ്പൊ ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ കൃഷ്ണനെ ഓർമ്മ വരും അല്ലെ? കൃഷ്ണന്റെ അർത്ഥം എന്താണെന്നറിയോ? കൃഷ്ണൻ, നമുക്ക് അതിന്റെ അർത്ഥം, അതിന്റെ എറ്റിമോളജി നോക്കുകയാണെങ്കിൽ 3 തരത്തിലാണ് അർത്ഥം പറയുന്നത്. ഒന്ന് കളർ, ഡാർക്ക് ആയിട്ടുള്ളവർ, കറുത്ത, ബ്ലാക്ക് സ്കിൻ, കറുത്ത, ഡാർക്ക് ബ്ലൂ എന്ന് പറയുന്നുണ്ട് സംസ്കൃതത്തില്. ഒന്ന് കളറായിട്ട് പറയാം. 2, അതിന്റെ അർത്ഥം ഫിലോസഫിക്കൽ സ്പിരിച്വൽ അർത്ഥം, ഓൾ അട്രാക്റ്റീവ്, എല്ലാതിനെയും തന്നിലേക്ക് വലിക്കുന്ന എന്തോ ആ തത്വമാണത്. എല്ലാത്തിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നത്, എല്ലാതിനെയും എന്താ പറയാ, ജീവിതത്തെ മൊത്തം സർജിക്കുന്ന ഉപദാനം എന്നാ പറയാ. ഉപദാനമായിട്ട് എന്താണ് കാമമായിട്ടിരിക്കുന്നത്? ഇത് കൃഷ്ണനാണ്. 3ാമത്തെ അർത്ഥം സുപ്രീം ബീയിങ്, ഏറ്റവും പരമമായിട്ടുള്ള, എല്ലാതിന്റെയും സോഴ്സ് ആയിട്ടുള്ള. ഈശാവാസ്യത്തിൽ അതിനെ പറയാം. ഈശാവാസ്യം ഇതം സർവം, എല്ലാത്തിലും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ. അതിൽ നിന്ന് വരുന്നിട്ട് എന്താ വേറൊരു വാക്കാണ് പ്രാണസ്യ പ്രാണ. അത് ഈശാവാസ്യത്തിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു വാക്ക. പ്രാണന്റെ പ്രാണൻ, സോഴ്സിന്റെ സോഴ്സ്, പരമമായ സോഴ്സ് എന്നൊരർത്ഥമുണ്ട്. 4ാമത്തെ അർത്ഥമാണ് കൾട്ടിവേറ്റർ, സൃഷ്ടിക്കുന്നവൻ. എന്ത് സൃഷ്ടിക്കുന്നതാ? ഫ്ലോ എന്നർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. ഒഴുക. കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ സന്തോഷം ഉണ്ടാക്കുന്നവൻ, ആനന്ദം ഉണ്ടാക്കുന്നവൻ, അറിവുണ്ടാക്കുന്നവൻ. ഇങ്ങനെ 4 തരത്തിലായിട്ടാണ് കൃഷ്ണ എന്ന തത്വത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെയാണ് നമുക്കൊരു പ്രശ്നം വരാം അല്ലെ? അപ്പൊ പ്രവേശിക ക്ലാസ്സുകൾ ഇരിക്കുമ്പോൾ കൃഷ്ണൻ എന്നുള്ള ഒരു രൂപത്തിൽ നിന്ന് സാഖ്യയോഗം കഴിയുമ്പോഴേക്കും നമ്മൾ തത്വത്തിലേക്ക് പോകും. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ഉള്ളിൽ വെക്കണം. എന്ന് പറഞ്ഞാല് നമ്മുടെ രൂഢമൂലമായി നമ്മൾ ധരിച്ചു വെച്ച പല കാര്യങ്ങളെ ഇളക്കി മാറ്റാനും പറ്റണം. അപ്പോഴാണ് നമുക്ക് തത്വമായിട്ടുള്ള കൃഷ്ണ എന്ന ആ തത്വത്തെ നമുക്ക് അറിയാനും അനുഭവിക്കാനും പറ്റുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് കർമ്മം, ഉപാസന, ജ്ഞാനം. ഈ സാഖ്യയോഗം നമ്മൾ തുടങ്ങി. ഞാൻ പറഞ്ഞു, അപ്പൊ 55ാമത്തെ ശ്ലോകമാണ്, സ്ഥിരപ്രജ്ഞയാണ്. അതൊന്നും അവിടെ തുടങ്ങാം. 71 ശ്ലോകങ്ങളാണ് സാഖ്യയോഗത്തിലുള്ളത്. ഈ സാഖ്യയോഗം ഞാൻ പറഞ്ഞു ഭഗവത്ഗീതയുടെ മൊത്തം സംക്ഷിപ്ത. അതില് ഭക്തിയോഗമുണ്ട്. 47 തൊട്ട് 60 വരെയുള്ള ശ്ലോകങ്ങള് കർമ്മയോഗത്തിനെ കുറിച്ച് പറയുന്നത് പറയാം. 60 തൊട്ട് 70, 61 തൊട്ട് 70 വരെ ഭക്തിയാണ്. 71, 72 ശ്ലോകങ്ങൾ സന്യാസയോഗ. സന്യാസം എന്ന് പറഞ്ഞാൽ ത്യജിക്കുക എന്നർത്ഥം കേട്ടോ. അപ്പോ സ്ഥിരപ്രജ്ഞ എന്ന വാക്ക് വരുന്ന 55ാമത്തെ ശ്ലോകം. ഇതിന് തൊട്ട് മുമ്പുള്ള അർജുനന്റെ ചോദ്യത്തിൽ നിന്നാണ് അവിടെ നിന്ന് വരുന്നത്. ഏറ്റവും ക്രക്സ്, ഏറ്റവും കീ ആയിട്ടുള്ള ഒരു വാക്കാണ്. 54ാമത്തെ ചോദ്യം വായിക്കാം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജതി കിം. കേശവ, അല്ലയോ ഭഗവാനെ, സമാധിസ്തസ്യ, സമാധിസ്ഥനായ. ഈ സമാധി എന്നുള്ള വാക്ക് ഞാൻ കഴിഞ്ഞ വട്ടവും പറഞ്ഞു. ഭാരതീയ ശാസ്ത്രങ്ങളില് വളരെ തെറ്റായി
വ്യാഖ്യാനിക്കപ്പെട്ട അനേകം വാക്കുകളിൽ 2 വാക്കുകൾ, ഒന്ന് യോഗയാണ്, 2 സമാധിയാണ്. സമാധി എന്ന് പറയുമ്പോൾ കല്ല് പോലിരിക്കുക, പാഷാണ തുല്യം സമാധി, ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും. അത് സമാധി തന്നെയാണ്. അത് നമുക്ക് അതിലേക്ക് വരാം. അത് പരാമർശിക്കണമെങ്കിൽ പാതഞ്ജല യോഗ സൂത്രത്തിനെ കുറിച്ച് പരാമർശിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു വെച്ചത് സമാധിയെ മനസ്സിലാക്കുന്നത് അഷ്ടാംഗ യോഗത്തില് ധ്യാനം കഴിഞ്ഞ്, ധ്യാനം അല്ലെ, ആയനം, വാഹനാണത്. പരമമായ ബോധത്തിലേക്കുള്ള യാത്രയാണ് അത് ധ്യാനം. ആ പരമമായ ബോധത്തിലേക്കുള്ള യാത്രയിൽ അതിനോട് ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതിയാണ് സമാധി. അത് പരാമർശിക്കപ്പെടുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഗ്രന്ഥമാണ് അഷ്ടാംഗ യോഗം എഴുതിയിട്ടുള്ള പിന്നെ പതഞ്ജല യോഗ സൂത്രം. ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ അതില് യമനിയമാസനം, പ്രത്യാഹാരം തുടങ്ങിയിട്ടാണ് 8 അഷ്ടാംഗ യോഗങ്ങൾ എന്ന് പറയാം. അത് വളരെ വ്യക്തം. യോഗവാസിഷ്ടം എന്ന കൃതിയുണ്ട്. യോഗവാസിഷ്ടം വ്യാഖ്യാനം ഗുരു നിത്യചൈതന്യക്ക് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സ്വാമി മുക്താനന്ദയതിയുടെ ഗുരുവായിരുന്നു. ഞങ്ങളെ ചെറുപ്പകാലത്ത് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തെല്ലാം പലപ്പോഴും ചെന്നിരിക്കാറുണ്ട്. അപ്പൊ അർജുന വാച നമ്മൾ പറഞ്ഞു, അല്ലയോ ഭഗവാനെ, സമാധിസ്ഥനായ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ. സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? വളരെ ഒരു മനുഷ്യന്റെ ഏറ്റവും പരമമായിട്ടുള്ള ഒരവസ്ഥ എടുത്തു വെച്ചിട്ട് അർജുനൻ അവസാനം ഇവിടേക്ക് എത്തുമ്പോഴേക്കും ചോദിക്കുക. അപ്പൊ വിഷാദമൊക്കെ പോയി, അർജുനന്റെ വിഷാദം പോയി, ഔത്സുക്യത്തിലേക്കായി, അറിവ്, അത് അറിയണം എന്നുള്ളതിലേക്ക്. അപ്പോഴാണ് ചോദിക്കുന്നത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം. കിം അസീത, അയാൾ എങ്ങനെ സ്ഥിതി ചെയ്യുന്ന അയാള്. സ്ഥിത ധീ കിം പ്രഭാഷേത, എങ്ങനെയാണ് അയാൾ സംസാരിക്കുന്നത്? അയാളെ സംസാരിക്കുന്നത് കേട്ട് എങ്ങനെ മനസ്സിലാവുക? കിം വ്രജേത, എങ്ങനെയാണ് സഞ്ചരിക്കുന്നത്? വ്രജ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് ഈ കക്ഷിയെ, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായ ഒരു യോഗിയെ എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ സാഖ്യയോഗത്തിൽ 55-ാമത്തെ ശ്ലോകം ഉത്തരായിട്ട് വരുന്നുണ്ട് അല്ലെ. ശ്രീ ഭഗവാൻ ഉവാച പ്രജഹാതി യഥാ കാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മന്യോവാത്മനാ തുഷ്ടഃ സ്ഥിതപ്രജ്ഞസ്തദോച്യത്തെ. അർത്ഥ, ഹേ അർജുന, ആത്മന ഏവ തുഷ്ടവനെ സന്തോഷിക്കുക. ആത്മാവിനെ കൊണ്ട് തന്നെ സന്തുഷ്ടനാവുക. അതിനെ കുറിച്ചാണ് ഞാൻ കുറെ സംസാരിച്ച കഴിഞ്ഞ ക്ലാസ്സിൽ. സോറി, എനിക്ക് ചെറിയ തൊണ്ടയുടെ പ്രശ്നമുണ്ട്. സ്വന്തം ആത്മാവിൽ തന്നാൽ തന്നെ സന്തുഷ്ടനായവൻ. എങ്ങനെ? യഥാ, എപ്പോൾ, മനോഗതാൻ സർവാൻ കാമൻ, മനസ്സിലെ സർവ കാമനകളെയും ആഗ്രഹങ്ങളെയും പ്രജഹാതി, നിശേഷം ത്യജിച്ചിട്ട്, തഥാ, അപ്പോൾ, ആ അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞ ഉച്ചത്. ഇപ്പൊ ഈ വാക്കിനെ ഓരോ അധ്യായത്തിലും ഭഗവത്ഗീതയിൽ പല തരത്തിൽ വ്യാഖ്യാനിക്കുന്നതായി കാണാം. ഒരു തരത്തില് ഭഗവത്ഗീത പലതരത്തിലുള്ള റെപ്പിറ്റേഷൻ ആയിട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറഞ്ഞ് നേരെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോ ക്ഷമയോടെ മനനം ചെയ്ത് 18 അധ്യായങ്ങളും കടന്നു പോകുമ്പോഴാണ് ഭഗവത്ഗീത നൽകുന്ന സന്ദേശം നമുക്ക് മനസ്സിലാവുകയും. ഇവിടെ പറയുന്നു, യഥാർത്ഥ ബ്രഹ്മിഷ്ഠന്മാരെയും കപട ഗുരുക്കന്മാരെയും തിരിച്ചറിയാൻ സ്ഥിതപ്രജ്ഞ ലക്ഷണം സഹായിക്കുന്നു. ആത്മസാക്ഷാത്കാരത്തിന് ശ്രമിക്കുന്നവർക്ക്, നമുക്കൊക്കെ മോക്ഷയിച്ചുണ്ടെങ്കിലും അത്തരം മോക്ഷത്തിലേക്ക് പോകുന്ന വഴി എന്താന്ന് മോക്ഷത്തിലേക്ക് പോകുന്നവര്, അല്ലെങ്കിൽ പോയിട്ടുള്ളവര്, അല്ലെങ്കിൽ അങ്ങനെ പോകുന്നു തോന്നിക്കുന്നവരെ, അവരെ പിൻപറ്റണം. നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അറിവില്ലെങ്കിൽ മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം എന്ന് പറയുന്നുണ്ട്. അറിവൊന്നുമില്ലെങ്കിൽ അത്തരം പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാങ്ങും. ഇത്തരം സ്ഥിതപ്രജ്ഞമായിട്ടുള്ള പ്രണവം ഉണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും. ഈ സ്ഥിതപ്രജ്ഞ സ്റ്റേറ്റിലിരിക്കുന്ന മുനികളെ പിൻപറ്റണം.
ഈ ചോദ്യം ഉന്നയിക്കുന്നത് അർജുനനാണ് ചോദിക്കുന്നതെങ്കിലും നമ്മളെപ്പോലുള്ള ആരായാലും മോക്ഷേച്ഛയുള്ള മോക്ഷമാർഗത്തിലേക്ക് ഉത്കൃഷ്ടമായ ജീവിത മാർഗത്തിലേക്ക് പോകുന്നവർക്കൊക്കെയുള്ള ഉത്തരവാണത്. കാരണം എങ്ങനെയാണ് കപടമായ ഗുരുക്കന്മാരെയും ജ്ഞാനികളെയും ആത്മസാക്ഷാത്കാരം സിദ്ധിച്ചവരെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ പറയുന്നു ബ്രഹ്മനിഷ്ഠന്റെ മാനസിക നില സർവകാമനകളും ഇല്ലാതായി പോയിട്ട് വിശേഷം ത്യജിക്കുമ്പോൾ അപ്പോഴുണ്ടാവുന്ന അവസ്ഥയാണ് സിദ്ധപ്രജ്ഞ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് ആ പ്രജ്ഞ എന്താണെന്ന് പറഞ്ഞു തന്നിരുന്നു. അപ്പോ ഇവിടെ കുറെ വ്യാഖ്യാതാക്കള് ആഗ്രഹത്തിന്റെ അഭാവമാണോ, ആഗ്രഹങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ സ്ഥിതപ്രജ്ഞനാവോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. അതാണോ പരിപൂർണതയുടെ ലക്ഷ്യം? വലിയ പണ്ഡിതന്മാരൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആഗ്രഹിക്കാൻ പോലും കഴിയാത്തൊരു ജഡാവസ്ഥയാണോ സ്ഥിതപ്രജ്ഞ? ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യത. ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു വെജിറ്റബിൾ പോലെ നിശ്ചേഷ്ടനായിട്ടിരിക്കുക. എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും അത്. ഇതാണ് എന്താ പറയാ, വളരെ തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാന. കാരണം കൃഷ്ണനെ കൊണ്ടുവച്ചിരിക്കുന്നത് തന്നെ ആനന്ദത്തിന്റെ സ്രോതസ്സായിട്ടാണ്. അവിടെയാണ് ആനന്ദത്തിന്റെ സ്രോതസ്സാണ്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഭാഗം, ആഗ്രഹങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാല്, കാമന ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാല് ഒരു ജാഠ്യമായ ജഡതുല്യമായ അവസ്ഥ എന്നല്ല. ഓക്കെ, അത് അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ പറയാം കേട്ടോ. ഈ ഒരു എന്താ പറയാ, ഒരു പാരഡോക്സ്, ആഗ്രഹങ്ങളില്ലാത്ത അവസ്ഥ ജഡതുല്യമല്ലേ, നമുക്ക് മനസ്സിൽ വെച്ചോളൂ വഴി. ഓക്കെ, ഞാൻ അടുത്തതിലേക്ക് പോവാം. ദുഃഖേഷ്വനു ദിഗ്നമനാഹ സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതധീർമുനിരുച്യത്തെ. ദുഃഖേഷു ദുഃഖങ്ങളിൽ നിന്ന്, അനിദിഗ്നമന അചഞ്ചലമായ മനസ്സോട് കൂടിയവൻ, ദുഃഖിക്കാത്തവൻ എന്നർത്ഥം. സുഖേഷു വിഗതസ്പൃഹ, സുഖങ്ങളില് ആഗ്രഹമില്ലാത്തവൻ. വീതരാഗ ഭയക്രോധ മുനി, അങ്ങനെ രാഗങ്ങളും ഭയങ്ങളും ക്രോധങ്ങളും ഇല്ലാത്ത മുനി. കുറച്ചും കൂടി മനസ്സിലാവും. ജീവൻ ഉണ്ടാവുമ്പോഴേക്കും അനന്തമായ ആനന്ദപ്രവാഹത്തിൽ നിന്നാണ് ജീവിതം വരുന്നത്. നമ്മുടെയൊക്കെ സോഴ്സ് അതാ. കൃഷ്ണന്റെ അർത്ഥം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയ. അപ്പൊ ആനന്ദത്തിൽ നിന്ന് വരുന്നത് ആഗ്രഹമില്ലാതാവുമ്പോ എങ്ങനെയാണ് ജഡതുല്യമാവുക? അങ്ങനെ ആവാൻ വഴിയില്ല എന്നാണ് എനിക്കൊരു തോന്നല്. പക്ഷെ കർമ്മം ചെയ്യുമ്പോൾ, കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ചിതാകാശത്തിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള നിരന്തരമായി ജ്വലിക്കുന്ന പ്രകാശമാകുന്ന ആത്മാവ്, പ്രകാശമല്ല അത് അല്ലെ, ആ പ്രകാശത്തിലാണ് നമ്മൾ ഈ കാണുന്ന ലോകമൊക്കെ കാണുന്നത്. പക്ഷെ ലോകത്തെ കാണുന്നത് ഈ പ്രകാശം നമ്മുടെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ആ ഒരു പ്രോസസ്സിൽ കൂടെ പോയില്ല. ഒന്ന് കാണുമ്പോഴേക്കും ഈ ബോധപ്രകാശമാണ് അനന്തകോടി കാര്യങ്ങളെ നമുക്ക് കാഴ്ചയായിട്ടും ശ്രവ്യമായിട്ടും രസമായിട്ടൊക്കെ അനുഭവവേദ്യമാക്കുന്നത്. ഈ അനുഭവവേദ്യമാകുമ്പോൾ മനസ്സ് മനനം ചെയ്യുന്നതാണ്, ബുദ്ധി യുക്തിയെടുത്ത് നിർണയിക്കുന്നതാണ്. അവിടെ കാണുന്ന ആള് ഞാനാണെന്നുള്ളൊരു വിവേചന ബുദ്ധി, ഞാൻ കാണുന്നു, അഹങ്കാരം, ഇതാണ് നമുക്കൊരു ഇംപ്രഷൻ എന്ന് പറയും, സംസ്കാരങ്ങൾ ഉണ്ടാക്കും. സോറി, ഈ സംസ്കാരങ്ങളാണ് ഞാനെന്ന ബോധം. ഇതാണ് ഇവിടുന്ന് തുടങ്ങിയത്. അർജുനൻ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ ക്ലേശങ്ങളിൽ നിന്നാണ് ഇത്തരം കൃതികൾ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അർജുനന്റെ ചോദ്യം നമ്മുടെ ചോദ്യം ഒന്നാ, എന്തിനാണ് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരെ പോലെയും ഗുരുക്കന്മാരെയും അമ്മാവന്മാരെയും ബന്ധുക്കളെയും കൊന്നിട്ടുള്ള സന്തോഷം എനിക്ക് വേണ്ട എന്ന് ഇതൊക്കെ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് പെട്ടെന്ന് മനം മൗഢ്യമായപ്പോഴാണ് അർജുനന്റെ മൗഢ്യം വന്നെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അതുമായിട്ട് ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അപ്പൊ ദുഃഖങ്ങൾ പലതാവാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, സഹനാവവധു സഹനാവ് ഭുനക്തി ചൊല്ലിയപ്പോ
സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഞാൻ ചോദിച്ചു, ഇതിനാ 3 ശാന്തി? പല ആധ്യാത്മികമായുള്ള ദുഃഖമുണ്ട്. അതായത് രോഗം മൂലമോ മനോജന്യങ്ങളാണ് ആയുർവേദത്തില്. രോഗങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ചരക സംഹിത പറയുന്നുണ്ട്. അത് നമുക്ക് ഇന്റർനെറ്റിലെല്ലാം ലഭ്യമാണ്. മനോജന്യങ്ങളാണ് എല്ലാ രോഗവും. ഇപ്പോഴൊക്കെ നമ്മുടെ ആധുനിക സയൻസ് പറഞ്ഞു വരുന്നേ ഉള്ളൂ. അപ്പോൾ തന്നിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ഇനി ആദിഭൗതികമായ ദുഃഖങ്ങളുണ്ട്. അന്യരിൽ നിന്ന് ആപത്തുകൾ, ഇതൊക്കെ ഇങ്ങനെ വരാം. ദുഃഖം ആദി ദൈവികം ഉണ്ടാവാം. എല്ലാം സുഖമായിട്ടൊക്കെ ഇരിക്കുക, വീട്ടിൽ മതിലൊക്കെ കിട്ടി, അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ട്. അപ്പൊ ചിലപ്പോ പ്രകൃതികോപം ഉണ്ടാവാം. കോവിഡൊക്കെ വന്നു, എവിടെയായാലും സമാധാനം ഇല്ല അല്ലെ? പൈസ ഉണ്ടായാലും സമാധാനം ഇല്ല. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ 3 തരത്തിലുള്ള ഇതിനെയാണ് എന്താ പറയാ, ദുഃഖങ്ങളെ ഒരു സൈക്ലിക്കലാക്കി കഴിഞ്ഞ 3 ഭാഗങ്ങൾ ഇതാണ്. അതുകൊണ്ടാണ് ഈ 3 ലോകങ്ങൾക്കും ശാന്തി ഉണ്ടാകണം. ഈ 3 തരത്തിലുള്ള ദുഃഖങ്ങൾക്ക് അത് ധ്യാനിക്കുന്നവർ പറയാ, മനസ്സ് ബുദ്ധി ഒക്കെ പറയുന്ന പോലെ ശരീരം സ്ഥൂലം സൂക്ഷ്മം കാരണം അങ്ങനെ ഏറ്റെടുക്കാം ഈ ദുഃഖങ്ങൾ, ആ ലോകങ്ങൾ. അപ്പൊ സാധാരണ മനുഷ്യരില് നൂറുകണക്കിൽ കാണപ്പെടുന്ന ദുർഗുണങ്ങളിൽ ഒന്നുപോലും സിദ്ധപുരുഷനിൽ ഉണ്ടാവില്ല എന്നാണ് അവിടെ കാണുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളില്ലാതിരിക്കലല്ല, അദ്ദേഹം കർമ്മം ചെയ്യുന്നുണ്ട്. കർമ്മത്തിന് പിറകിലൊരു ആക്ഷൻ ഉണ്ട്. പക്ഷെ ഈ കർമ്മങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. കർമ്മത്തിന്റെ ഫലങ്ങളൊന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. അതിന്റെ റിസൾട്ടില് അദ്ദേഹം അഭിരമിക്കുന്നില്ല. റിസൾട്ട് എക്സൈറ്റഡ് ആണ്, ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ അതിനെ അഭിരമിക്കുന്നില്ല. റിസൾട്ട് മോശമാണെങ്കിൽ അതിൽ ദുഃഖിക്കുന്നുമില്ല. എന്താ ഉണ്ടാവും? ഏറ്റവും കൂടുതൽ സംസ്കാരം ഉണ്ടാക്കുന്ന 3 എന്താ പറയാ, രാഗം, ഭയം, ആഗ്രഹം. ഭയം കിട്ടുമോ കിട്ടില്ലയോ, കിട്ടിയില്ലെങ്കിൽ ക്രോധം വരും. ഇങ്ങനെ 3 എണ്ണം പേരെടുത്ത് പറയുന്നതാണ്. മറ്റുള്ളവ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭഗവാൻ വിട്ടുകളഞ്ഞതല്ല. ഇത് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നത് കൊണ്ട് ഇത് ഈ 3 എണ്ണം എടുത്ത് വെച്ചു എന്നാണ്. അപ്പോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ മാലകള്, അതിനാണ് സംസ്കാരം എന്ന് പറയാം. ഇതിനൊരു കെട്ടുപാട് ഉണ്ടാക്കിയിട്ടാണ് 15ാമത്തെ അധ്യായത്തുമ്പോഴേക്കും അനന്തകോടി ജന്മങ്ങളിൽ നമ്മൾ ഇങ്ങനെ പോയി ഒരു സംസാര വൃക്ഷത്തിൽ കിടന്ന് ഇങ്ങനെ ആ ഒരു വൃക്ഷം ഉണ്ടാക്കി വെച്ചത് അതാ. അപ്പോ എന്താണെന്നുള്ള ഞാൻ അറിയില്ല, എവിടെന്നാ വന്നതെന്ന് അറിയില്ല, എവിടേക്കാ പോണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തത്. അപ്പൊ ഇതാണ്, അപ്പൊ അതിനൊക്കെ ഉത്തരമായിട്ട് കൊണ്ടുവച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്ഥിതപ്രജ്ഞന്റെ അവസ്ഥ. സ്ഥിതപ്രജ്ഞനെ മനസ്സിലാക്കുമ്പോൾ തന്നെ ഭഗവത്ഗീതയിലേക്കുള്ള പ്രവേശനം ഈസിയായെന്ന് പറയാം. പിന്നെ 57ാമത്തെ ശ്ലോകം വായിക്കാം. യ സർവത്രാനഭിസ്നേഹ തത്തത് പ്രാപ്യ ശുഭാശുഭം നാഭിനന്ദതിന ദ്വേഷ്ടി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. യ സർവത്ര അനഭിസ്നേഹ, ആർ ഒരിടത്തും ഒന്നിലും ആസക്തിയില്ലാതെ, തത് ശുഭാശുഭം പ്രാപ്യ, ശുഭമോ അശുഭമോ എന്തു വന്നോട്ടെ, എന്തു വന്നാലും നാഭിനന്ദതി ന ദ്വേഷ്ടി, സന്തോഷിക്കുകയോ വെറുക്കുകയോ ചെയ്യാതിരിക്കുന്നത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവന്റെ പ്രജ്ഞ, അദ്ദേഹത്തിന്റെ ആ ഒരാളുടെ പ്രജ്ഞ പ്രതിഷ്ഠിത, ഉറച്ചതാണ്. അതൊരു തരത്തില് റിപ്പീറ്റേഷൻ ആണ് ഇസ്ലാം. അപ്പൊ 58 അതിൻ്റെ ഒരു തരം റിപ്പീറ്റേഷൻ ആയിട്ട് വരും. 59ലേക്ക് വരുമ്പോ വിഷയ വിനിവർത്തന്തേ നിരാഹാരസ്യ ദേഹിന രസവർജം രസോപ്യസ്യ പരം ദൃഷ്ട്വാ നിവർത്തതേ. സോറി, എന്ന് പറഞ്ഞാല് ആഹാരം നിരാഹാരസ്യ ദേഹിന, ഇത് മനസ്സിലാക്കേണ്ട ശ്ലോകം. ആഹാരം നമുക്കറിയാം അല്ലെ? ആഹാരം ഇവിടെ ഉദ്ദേശിക്കുന്ന വിഷയങ്ങളെ കുറിച്ചാണ്. കണ്ടിട്ടും മതി വരുന്നില്ല. സിനിമ, പിന്നെ റീലുകള്, മൊബൈലുകള്, നമ്മളിങ്ങനെ അഭിരമിച്ചിരിക്കുക അല്ലെ?
അപ്പൊ അതൊരു വലിയ വിശപ്പാണ്. വൈശ്വാനരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അഗ്നിനെ പറയുന്നുണ്ട് ഒരു ഉപദേശത്തില്. ഇത് മൊത്തവും തിന്നാനുള്ള ഒരു വിശപ്പ്, വൈശ്വാനരാഗ്നി. അപ്പോ നമ്മുടെ ആഹാരം, വിഷയങ്ങള് ഒരു വലിയ വിശപ്പാത്രയാണ്. അപ്പൊ എന്താ ഇതിന്? പക്ഷെ തീർച്ചയായിട്ടും ആഹാരം വേണം. നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വൻകുടലിലോ ചെറുകുടലിലോ അല്ലെങ്കിൽ ആമാശയത്തിലൊരു സ്പേസ് ഉണ്ട് അല്ലെ? നമുക്കറിയാം, നമ്മൾ സ്ഥിരമായിട്ട് ഒരു അളവ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിനറിയാം, ഓ ഇത്ര തന്നെയാ ഭക്ഷണം പാചകം അല്ലെങ്കിൽ തപിപ്പിക്കാൻ പറ്റുള്ളൂ. അത് കിട്ടി കിട്ടി അതൊരു ചാക്രികമായിട്ടുള്ള ഒരു ബോധത്തിൽ എത്തിയിട്ടുണ്ടാവും, ബോഡിയുടെ ഒരു ബോധമുണ്ട്. പക്ഷെ നിരന്തരമായി ആഹാരം പോലെ വിഷയങ്ങളിലേക്ക് ഇങ്ങനെ, ഏറ്റവും വലിയ എക്സാമ്പിൾസ് നമ്മുടെ മൊബൈൽ ഫോണാണ്. ഞാനടക്കം അല്ലേ, നമ്മൾ വെറുതെ സമയം കിട്ടുമ്പോഴേക്കും എടുക്കും, ഒന്ന് തോണ്ടും. അപ്പൊ ആരും പുറത്തേക്ക് നോക്കാത്ത ഒരവസ്ഥയിലേക്ക്. ജോലി സ്ഥലത്ത് എത്രയോ തിരക്കുള്ളവർ പോലും അതിന്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഇത് മാത്രം. റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പണ്ടൊക്കെ കുട്ടികളൊക്കെ ട്രെയിനൊക്കെ വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ജിജ്ഞാസയോടെ നോക്കുന്നത് കാണാം. ഇന്ന് അവരൊക്കെ ഇതിലാണ്. ഇതിവിടെ വളരെ പ്രസക്തമാണ്. കാരണം വിഷയങ്ങൾ എത്ര ഭുജിച്ചിട്ടും അതിന് നമുക്ക് അറുതി വരുന്നില്ല, മതിയാവുന്നില്ല. നമുക്ക് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൊബൈലിന്റെ കേസ് പറയുന്നത്. രസവർജ്യം വിഷയ, അത്തരം വിഷയങ്ങൾ വിട്ടുമാറുന്നുവെങ്കിലും അവയിലുള്ള കാമന, വാസന, കാമനയുണ്ട്, അതാണ് വാസനയെ തീരുക. ആ വാസന നശിക്കുന്നില്ല. പക്ഷെ പരം ദുഷ്ട നിവർത്തത അസ്യരസ അഭി, പക്ഷെ പരമമായ ആത്മാവിനെ ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനോട് അടുത്തിരിക്കുമ്പോൾ ഇത് നീങ്ങുന്നു എന്നാണ് പറയാം. ഇതിപ്പോ അതിന്റെ ഒരു സൊല്യൂഷനായിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇത്തരം കാമനകളെ മാറ്റാനാണ് നേരത്തെ പറഞ്ഞ ഉപാസനാ മാർഗങ്ങൾ സ്വീകരിക്കാം. നമുക്ക് ഉപാസന എങ്ങനെയാ? ധ്യാനം വേണമെങ്കിൽ ചെയ്യാം. നിരന്തരമായ ബോധം ഉയർന്ന ബോധത്തിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഞാൻ പറഞ്ഞു, പണ്ട് കാലത്ത് ഉത്തരമീമാംസയും പൂർവമീമാംസയും, അത് രണ്ടും ഒന്ന് ഉപാസനാ കർമ്മങ്ങളായിരുന്നു. യജ്ഞം, അതൊക്കെ പ്രത്യക്ഷത്തിൽ ചെയ്യുന്ന എന്താ പറയാ, ഭഗവത്ഗീതയിൽ കൊണ്ടുവയ്ക്കുന്ന ആത്മയജ്ഞങ്ങളുണ്ട് അല്ലെ? വിഷയങ്ങളാകുന്ന കാര്യങ്ങളെ അഗ്നിയാകുന്ന, എന്താ പറയുക, ഉയർന്ന ബോധമാകുന്ന അഗ്നിയിൽ ദഹിപ്പിക്കുക, കരിച്ചു കളയാന്നല്ല നാരായണ ഗുരു പറഞ്ഞു. കരിക്കണം. വാസന വിത്ത് പോലെയാ. ആ വാസന അവിടെ കിടന്നു കഴിഞ്ഞാൽ ഈ മരുഭൂമിയിലെ വിത്ത് പോലെ എത്ര 100 വർഷത്തോളങ്ങളോളം ഒരു മഴയ്ക്ക് വേണ്ടി ഒരു വിത്ത് അവിടെ കാത്തു കിടക്കും. ആ ഒരു മഴ വന്നു കഴിഞ്ഞാൽ മുളയ്ക്കും. ഇങ്ങനെയാണ് മരുഭൂമിയിലെ അതിന്റെ സർവൈലൻസ്. അതുപോലെ വാസനകളെ കരിച്ചു കളയാണ് അത്ര. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോഴാണ് ഈ സർവ്വദുഃഖങ്ങൾക്കും ഒരേ ആൻസർ ആയിട്ടാണ് ഭഗവത്ഗീത വരുന്നത്. ചഞ്ചലമായിട്ടുള്ള മനസ്സ് ഇന്ദ്രിയങ്ങളെ നിന്ന് പിൻവലിച്ച് പ്രത്യാഹാരം, ഒരു വാക്കുണ്ട് പതഞ്ജല യോഗസൂത്രത്തില്, അത് താൽക്കാലികമായിട്ടുള്ള ഒരു ഉൾവലിവാന്ന് പറയാം. പക്ഷെ ഇതല്ല. നിരന്തരമായി ഇതിന് പല ഉപാസന സമ്പ്രദായങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന് നിരന്തരമായിട്ട് ആത്മവിചാരം ചെയ്തുകൊണ്ടിരിക്കും. അതിലൊരു കണ്ണെപ്പോഴും ശ്രദ്ധിക്കുക, ധ്യാനത്തിലായിട്ടിരിക്കുക, കണ്ണ് തുറക്കാൻ. കാരണം ഗുരു പറയുന്നുണ്ട്, കണ്ണടച്ചിരിക്കുന്നവരെല്ലാം ധ്യാനിക്കുകയല്ല, കണ്ണ് തുറന്നിരിക്കുന്നവരെല്ലാം ധ്യാനിക്കാതിരിക്കുകയുമല്ല. അതൊരു അവസ്ഥയാണ്, സ്ഥിതപ്രജ്ഞാവസ്ഥയാണ്. ഇത് കർമ്മങ്ങൾ ചെയ്യാം, പക്ഷെ ആത്മാ ബോധത്തിലിരുന്നുകൊണ്ട് കർമ്മം ചെയ്യാം. ഇത് ഒരു സ്കില്ലാണ്. സ്കില്ലായിട്ടാണ് കൃഷ്ണൻ വരുന്നത്. ഇനി 60ാമത്തെ ശ്ലോകം. യതതോ ഹ്യപി കൗന്ദേയ പുരുഷസ്യ ഉപസ്ഥിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസഭം മന. അർജുന, കൗന്ദേയ, പല വാക്കുകളിലാണ് കൃഷ്ണനെ പറയുന്നത് അല്ലെ? യതത വിപശ്ചിത, ഇന്ദ്രിയ സംയമനത്തിന് വിപശ്ചിത, യത്നിക്കുന്ന, യതത യത്നിക്കുന്ന. വിപശ്ചിത അതിനെ വിഡ്രോ ചെയ്യുക, സംയമനം. പുരുഷസ്യ, അത്തരമൊരു മനുഷ്യന്റെ
മനസ്സിനെ പോലും പ്രമാധീനി ഇന്ദ്രിയാണി, ക്ഷോഭകാരികളായ ഇന്ദ്രിയങ്ങൾ, പ്രസഭം ഹരന്തി, ബലാത്കാരമായി, ഫോഴ്സ്ഫുള്ളി വലിച്ചിഴച്ചു കളയും. ഇത് എളുപ്പമല്ലാന്നും പറയുന്നുണ്ട്. 60ാമത്തെ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്. അർജുന, കൃഷ്ണൻ പറഞ്ഞു ഉത്തരൊക്കെ ഭയങ്കര ഈസിയാ, പക്ഷെ അതൊരു സ്കില്ലാണ്. നിരന്തരമായി. അപ്പൊ അവിടെ നിരന്തരമായി ചെയ്യണമെങ്കിൽ അതിനോടുള്ള ഇച്ഛ വേണം. ഇതിനോട് പരമമായ ജ്ഞാനം എന്താണോ എന്റെ സ്വഗ്രഹം, അതിലേക്ക് പോകാനുള്ള ഇച്ഛ, അതാണ് മോക്ഷ, മുമുക്ഷുത്വം എന്നാ പറയാം. അപ്പൊ മുമുക്ഷുത്വം എങ്ങനെ ഉണ്ടാവുക? അത് നമ്മുടെ അടുത്ത ചാപ്റ്ററുകൾ വരുമ്പോ നമുക്ക് ഗുണത്രയ വിഭാഗ യോഗത്തിൽ മനസ്സിലാവും. അത് നല്ല ക്ഷമ വേണം കേട്ടോ. കാരണം ഈ സന്യാസയോഗം എത്തുമ്പോ, കർമ്മസന്യാസയോഗം എത്തുമ്പോ ഈ കർമ്മത്തിനൊക്കെ അവിടെ നിഷേധിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ഓർമ്മയും വേണം. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം, നിങ്ങളുടെ രീതിയിൽ വ്യാഖ്യാനിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ദ്രിയങ്ങളെ അങ്ങനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാണ് വാസനകള്. ഭയങ്കര ബുദ്ധിമുട്ടാ. അത് ആരാ പറയുന്നത്? കൃഷ്ണൻ തന്നെയാ പറയണത്. അവിടെയാണ് പൂർണ്ണനായ ആത്മാവാണെന്ന ജ്ഞാനം നമുക്കുണ്ടാവേണ്ടത്. പൂർണ്ണനായ ആത്മാവാണ് ഞാനെന്ന് അറിയാതെ പരിമിതനായ ജീവൻ. അവിടെയാണ് നാരായണഗുരുക്കെ വളരെ പ്രാക്ടിക്കലായിട്ട് പറയുക. അത്തരം ജ്ഞാനമാർഗത്തിൽ മനസ്സിലാക്കാൻ കഴിവില്ലെങ്കിൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജൻ, അത്തരം ഗുരുക്കന്മാരുടെ പോയിരിക്കും. അപ്പൊ ആ ഒരു പ്രഭാവലയത്തിൽ അവരുടെ ഒരു റേഡിയേഷൻ ഉണ്ട്, ആത്മപ്രകാശത്തില് ഇരിക്കുമ്പോ തന്നെ നമ്മുടെ കുറെ സംസ്കാരങ്ങളൊക്കെ കിട്ടുപോത്ര. അപ്പൊ ഉയർന്ന ബോധത്തിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മമായ അഗ്നി, ബോധത്തിന്റെ അഗ്നി ഉയർന്ന ബോധത്തിലേക്ക് പോകുന്നു. അപ്പൊ പ്രശ്നം ഇതാണ്. ഈ ദുഃഖങ്ങള് ഇന്നും ഇന്നലെ തുടങ്ങിയിട്ടുള്ളതല്ല. മനുഷ്യനുണ്ടായ കാലത്തോളം ഈ ദുഃഖങ്ങളുണ്ട്. അതിന് ആത്യന്തികമായ ഒരു ഉത്തരത്തിന്റെ അന്വേഷണമാണ് ഭഗവത്ഗീതയിലേക്ക് നമ്മൾ എത്തിച്ചെന്ന് പറയുന്നത്. അടുത്തത് 61. താനി സർവാണി സംയമ്യ യുക്ത അസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. താനി സർവാണി സംയമ്യ, അവയെ ഇന്ദ്രിയങ്ങളെല്ലാം സംയമ്യ കീഴടക്കി, മത്പരം പരമ്പൊരുളായ യുക്ത എന്നിൽ തന്നെ മനസ്സിനെ ഏകാഗ്രമാക്കി. യുക്ത വെച്ചാൽ ഫിക്സ് ചെയ്യുക, ആസീത ഏകാഗ്രമാക്കി വയ്ക്കുക. ഹി എന്തെന്നാൽ യസ്യ ഇന്ദ്രിയാണി വശേ, ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങളാണ്, ഇവിടെയാണ് അതിന്റെ ഉത്തരം വരുന്നത്. തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത, അയാളുടെ പ്രജ്ഞ സ്ഥിരം. അപ്പൊ ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനത്തിലുണ്ട്, അവരുടെ സ്വാധീനത്തിലാണോ നമ്മുടെ പ്രജ്ഞ? ഇന്ദ്രിയങ്ങൾ നമ്മുടെ സ്വാധീനത്തിലാണോ എന്നാണ് നമ്മൾ ചോദിക്കാം. അവിടെ പരമ്പരാഗതമായിട്ട് എന്തൊക്കെയാ? അപ്പൊ അതില് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്ന, എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തില് പതഞ്ജല യോഗസൂത്രം ഭംഗിയായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. യമം പറയുന്നുണ്ട് അല്ലെ? യമം എന്ന് പറഞ്ഞാൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കളയുക, നിയമം വേണ്ടതിന് സ്വീകരിക്കുക, ധർമ്മം, ആസനം. നിരന്തരമായ ആത്മബോധത്തിലിരിക്കണമെങ്കിൽ ശരീരത്തിന് ശക്തി വേണം. അതാണ് ഹഠ യോഗ എന്ന് പറഞ്ഞ ആസനങ്ങൾ. പ്രത്യാഹാരം, ആത്മചിന്തയിലേക്കുള്ള ഉൾവലിവുണ്ടായിരിക്കണം. അപ്പൊ ധാരണ ഉറയ്ക്കും. എന്താണ് ഞാൻ എന്നുള്ളത്, ഞാൻ ഈ കാണുന്നതല്ല. ആ ധാരണ നമുക്ക് ധ്യാനം ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ഒക്കെ തന്നെ ധ്യാനം ഉറച്ചുപോയി, ഞാൻ ഇതാണ്, എൻ്റെ ഉള്ളിലാണ്. അപ്പോഴേക്കും ധ്യാനം ശരിക്കും സ്റ്റാർട്ടായി. കാരണം ഉറയ്ക്കേണ്ട അത്ര ധ്യാനാത്മകമായി മനസ്സപ്പോഴേക്കും. പിന്നെ നമുക്ക് സ്ഥിരമായൊരു സമയത്തൊക്കെ ധ്യാനം ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഉറച്ചുപോയ മനസ്സിൽ ധ്യാനം സംഭവിക്കുന്നില്ല. നേരെ തിരിച്ചോ, മനസ്സ് എൻ്റെ കൺട്രോളിലൊന്നുമില്ല, എന്നിട്ട് നമ്മളൊരു സമയത്ത് ധ്യാനിക്കാനിരുന്നാൽ ചിലപ്പോൾ ധ്യാനം സംഭവിക്കണമെന്നില്ല. അതൊക്കെ ഇപ്പൊ ഹാർട്ട്ഫുൾനെസ്, ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നതിൽ പ്രണാഹുതി ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. അതുകൊണ്ട് വലിയൊരവസ്ഥയിൽ ആ
ക്ലീനിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ഒരു സമാധാനം ഉണ്ടാവും. അങ്ങനെയാണ് അപ്പൊ ഈ പ്രണാഹുതിയൊക്കെയുള്ള സിസ്റ്റം നമ്മുടെ ഇപ്പൊ എന്റെ മാസ്റ്റർ പറഞ്ഞത് ജൈനന്മാരുടെ ആദ്യമായിട്ട് ഇപ്പൊ ജൈന ഗുരു ആദ്യത്തെ ഗുരു, ആദ്യ ഗുരു എന്ന് പറയാൻ പറ്റില്ല, അത് 24 ഗുരുക്കന്മാരുടെ സൈക്കിളാ. ഋഷഭദേവൻ, അതിൽ ഈ ശുദ്ധീകരണവും പ്രണാഹുതിയൊക്കെ ഉണ്ടായിരുന്നു അത്ര, ആദ്യത്തെ മതമായിരുന്നു. അങ്ങനെ ഉപാസനാ സിസ്റ്റം ഇന്നത് എന്നില്ല, എല്ലാം ഈ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ ഉത്തരത്തിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോ ഇതിൽ പറയുന്നത് ആർക്ക് ഇന്ദ്രിയങ്ങൾ സ്വാധീനങ്ങൾ, അപ്പൊ സ്വാധീനിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു ലിംഗ്യം കൃഷ്ണൻ ഇവിടെ പറയുന്നുണ്ട് 61. അത് ബോധപൂർവമായുള്ള ശ്രമമാണ്, അതിന് സ്കിൽ എന്ന് പറയും. ഭക്ഷണം ഉണ്ടാക്കാൻ നന്നായി സ്കിൽ ഉണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം ഉണ്ടാക്കണം. വണ്ടി ഓടിക്കുക മിനിമം ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച ഇത്ര മണിക്കൂർ വെച്ച് ചെയ്താൽ ഇതൊരു സ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്വായത്തമാകും. അതുപോലെ തന്നെ ഒരു സ്കില്ലായിട്ട് ധ്യാനത്തെയും ഉപാസനയെയും വളർത്തുകയാണെങ്കിൽ ജീവിതത്തിലും നമുക്ക് വലിയ ഈ പറയുന്ന കാര്യം പ്രസക്തമാണ്. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഭഗവത്ഗീത അവസാനിപ്പിക്കേണ്ടി വരും. ഈ പറയണ കൃഷ്ണൻ പറയുന്ന കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഇന്ദ്രിയങ്ങളെ സ്വാധീനിക്കുക നന്നായി. അപ്പോ ഭഗവത്ഗീത ഇപ്പൊ പല തരം കൃതികൾ പറയും. ഇത് ഭഗവത്ഗീതയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്, ദുരുപയോഗിക്കുന്നവന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, മോക്ഷയിച്ചുള്ളവന് അത് മനസ്സിലാവുന്നു. മോക്ഷയിച്ച വേണം അത് കേൾക്കാൻ, ഉയർന്ന ബോധത്തിലേക്ക്. അപ്പൊ അങ്ങനെ ആ ബോധം ഇതൊക്കെ നമുക്ക്, അതാണ് ഈ മോക്ഷയിച്ച ഒരു കർമ്മം, എന്താ പറയാ, പൂർവകർമ്മ ഇതിന്റെ ഫലമായിരിക്കാം. അതും ഈ ജന്മത്തിന്റെ കർമ്മഫലവും ഇതൊക്കെയാണ് അടുത്ത ജന്മങ്ങളിലേക്ക് നമ്മളെ സാത്വിക, രാജസിക, താമസിക ഗുണത്രയങ്ങളാണ്. ഇതാണ് ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത്, നിർണയിക്കുന്നത്. നിർണയിക്കുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാല് പണ്ട് കാലങ്ങളില് ഈ ഗുണങ്ങൾക്കനുസരിച്ച് ജോലി. ഇപ്പൊ അർജുനനെ നമുക്ക് കണ്ടറിയാം, യുദ്ധം ചെയ്യുന്നതാ രജോ ഗുണ. അത്തരം ആൾക്കാര് യുദ്ധം ചെയ്യുക ക്ഷത്രിയ എന്ന് വിളിക്കും. സാത്വികമായ ബോധത്തിൽ പിറന്ന ജീവിതം കൊണ്ടുവരാൻ വേണ്ടി പൂർവ്വജന്മങ്ങളിൽ കൂടെ കടന്നു വന്ന ആളെപ്പോഴും ആ ജീവൻ, ആൾക്ക് ശരീരം എന്താ പറയാ, രജോ ഗുണപ്രധാനമായിട്ടുള്ള ഊർജ്ജസ്വലത ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സാത്വികമായിരിക്കും, നിശബ്ദമായിരിക്കും. അതാണ് ബ്രഹ്മ, ഒരു ശബ്ദത്തിൽ തന്നെ ബ്രാഹ്മണ ശബ്ദമാണത്. നല്ലതൊരാളല്ല. ആരാണോ ആ സ്വരൂപത്തിലെ ക്യാരക്ടറിസ്റ്റിക്സിലുള്ളത് അതാണ് ബ്രാഹ്മണൻ. തമസ് നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലെ, എപ്പോഴും ഉറക്കം, ലേസി, മടി, പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല, ചിന്ത ഒന്നും ഉയർന്ന ബോധത്തിലേക്ക് പോകുന്നില്ല. ഈ ഗുണത്രയങ്ങള് ആ 4ാമത്തെ 5ാമത്തെ യുഗം നമ്മുടെ ചാപ്റ്റർ വരുന്നുണ്ട്. അവിടെ വരുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടൊരു മനുഷ്യൻ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് മനസ്സിലാവുക. ഞാൻ പറഞ്ഞുതരാം. കർമ്മം, ഗുണത്രയ വിഭാഗയോഗം 14ാമത്തെ ആട്ടാ. പക്ഷെ അതിനു മുമ്പേ തന്നെ പല ചാപ്റ്ററുകളിലും ഗുണത്രയങ്ങളെ കുറിച്ച് സവിസ്തരം ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിന്റെ ഇടയ്ക്ക് തന്നെ ആവശ്യമൊക്കെയുള്ളവർക്ക് ഈ 14ാമത്തെ ചാപ്റ്റർ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നതായിരിക്കും. മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ മനുഷ്യന്മാര് ഇങ്ങനത്തെ സ്വഭാവം. പക്ഷെ കാലഘട്ടം മാറിയപ്പോ ആധുനിക കാലത്ത് എല്ലാവരും രജോ ഗുണപ്രധാനം, എല്ലാവരും ജോലിയും ബഹളമല്ലേ, ഒക്കെ ഊർജ്ജസ്വലരാ. അപ്പൊ ഇന്ന് പണ്ടത്തെ വർണ്ണില്ല, ഇന്ന് വർണ്ണമൊക്കെ സങ്കരങ്ങളായിക്കൊണ്ടിരിക്കുക. വർണ്ണസങ്കരം സംഭവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ക്ഷത്രിയ ബ്രാഹ്മണ അത്തരം ഒരു ഓർത്തഡോക്സ് ആയി കൊണ്ടുവച്ച കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയാം. അത് ഓർത്തഡോക്സ് ആണല്ലോ, അത് താത്വികമായിട്ട് അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത്, കൃഷ്ണൻ പറഞ്ഞത്, അർജുന ഈ യുദ്ധം ചെയ്യാനാണ് വന്നിട്ടുള്ളത്, ഈ രാജാക്കന്മാരെ രക്ഷിക്കുകയാണ്, ധർമ്മത്തിനെ സ്ഥാപിക്കാനാണ്. എന്നിട്ട് നീ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിന്റെ ചെയ്യുന്നത് ധർമ്മം വിഭ്രമം എന്നാ പറയാ, ധർമ്മത്തിൽ നിന്നുള്ള അകൽച്ചയാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവും. അടുത്തത് നമുക്ക് 62, 63 പോവാം.
അത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ധ്യായതോ വിഷയാൻ പുംസ സംഘസ്തേഷുപചായതേ സംഘാത് സഞ്ജായതേ കാമ കാമാത് ക്രോധ അഭിജായതേ. സോറി, വിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഞാൻ അതിൽ വീണ്ടും പ്രിക്കോഷനാണ്. നിങ്ങൾ വിഷയങ്ങളെ മാത്രം, ഇഷ്ടമുള്ളതിന്റെ കാര്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ പ്രീതി ഉണ്ടാവുന്നു. എങ്ങനെ വാസന ഉണ്ടാവുന്നു എന്ന് പറയാം. പ്രീതിയിൽ നിന്ന് കാമം ജനിക്കുന്നു. സംഘാത് കാമ സഞ്ജായതേ കാമാത് ക്രോധ അഭിജായതേ. കാമത്തിൽ നിന്ന് എന്തുണ്ടാവും? ക്രോധം വരുന്നു. ക്രോധാത് സമോഹ ഭവതി. ക്രോധം മൂലം ബുദ്ധിഭ്രമം, സമോഹം ഉണ്ടാവുന്നു. ബുദ്ധിക്ക് ഉറച്ച നില ഉണ്ടാവില്ല. സമോഹാത് സ്മൃതിഭ്രംശം. ബുദ്ധിഭ്രമം മൂലം ഓർമ്മക്കേടുണ്ടാവുന്നു. സ്മൃതിഭ്രംശം അൽഷിമേഴ്സിക്ക് ഒരു രോഗമായിട്ട് വന്നിട്ടുണ്ട് അല്ലെ. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശാത്. ഈ ഓർമ്മക്കേട് കൊണ്ട് വിവേകശക്തിയും ഉണ്ടാവില്ല, അതും പോകും. ബുദ്ധിനാശാത് പ്രണശ്യത്തി. ഇത് 63-ാമത്തെ ശ്ലോകം. ക്രോധാത്, ഞാൻ 62 വായിച്ചു. 63. ക്രോധാത് ഭവതി സമോഹ സമോഹാത് സ്മൃതി വിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശം കൊണ്ട്, വിവേകനാശം കാരണം ജീവിതം തന്നെ നാശമടയുന്നു എന്ന് പറയുമ്പോ അവസാനം ബോഡിയൊക്കെ വിടുമ്പോഴാണ് നമുക്ക് ഈശ്വര എന്തൊക്കെയാ ചെയ്ത ഒരു ചെറിയ ഓർമ്മയുണ്ടാകും. അപ്പൊ വളരെ പ്രസക്തമായിട്ടുള്ളൊരു സാഖ്യയോഗത്തിലെ ശ്ലോകമാണ് ഇപ്പോൾ ആവശ്യം. പലരും എല്ലാവരും കോട്ട് ചെയ്യുന്ന ഒരു ശ്ലോകമാണ് 63. വീണ്ടും 64 റെപ്പിറ്റേഷനാണ്. രാഗദ്വേഷവിയുക്തൈസ്തു ആത്മനിയന്ത്രണമുള്ളവൻ വിഷയാന്ത്രിയൈശ്ചരൻ ആത്മൈശ്വൈർ വിധേയാത്മാ പ്രസാദമധിഗച്ഛതി. സ്വന്തം അധീനത്താൽ വർത്തിക്കുന്നവയുമായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങൾ അനുഭവിക്കുകയാണെങ്കിലും അയാൾക്ക് ശാന്തി ഉണ്ടാവും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പല ഗീതകളുണ്ട്. യുധിഷ്ഠിര ഗീതയുണ്ട്, അഷ്ടാവക്ര ഗീതയുണ്ട്. അഷ്ടാവക്ര ഗീത ഭയങ്കര ഭംഗിയായിട്ട് കൊണ്ടുവച്ച ജനകനാണ് അവതരിപ്പിച്ചത്. അർജുനന് പകരം ജനകനാണ് ചോദ്യം ചോദിക്കുന്ന ആള്. അവിടെ യുദ്ധം ചെയ്യുന്ന ആളല്ല. കർമ്മത്തിന്റെ ഹോൾസെയിൽ കോൺട്രാക്ടർ എടുത്തുള്ള ആളെ ജനകൻ. ഒരു രാജ്യം തന്നെ ഭരിക്കണം, ചെറിയ പണിയല്ല. എങ്ങനെ? ധർമ്മത്തിൽ നിന്നുകൊണ്ട് നിലനിർത്തിക്കൊണ്ട്. ധർമ്മത്തിനെ കുറിച്ച് സംശയം ഉണ്ടാകുമ്പോൾ രാജ്യസഭയിൽ മൊത്തം പണ്ഡിതന്മാരാ, വേദപണ്ഡിതന്മാര് സംശയം ചോദിക്കാം. അത്രമാത്രം വിവേചന ബുദ്ധിയോടെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരമില്ല. അവിടെയാണ് ഒരു സ്വപ്നം ഉണ്ടാവുകയും സ്വപ്നത്തിൽ താൻ യാചകനാണെന്ന് സ്വപ്നം കാണുകയും എണീറ്റപ്പോ തോന്നി ഇനിയിപ്പോ യാചകൻ സ്വപ്നം കാണുന്നതാണോ ഈ രാജാവായ എന്നെ? അങ്ങനെയാണ് അഷ്ടാവക്ര ഗീത ആരംഭിക്കുന്നത്. ഇതൊരു പ്രഹേളിക. ഒരു മനുഷ്യന്റെ ഒരു ജന്മത്തിൽ എവിടെയെങ്കിലുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല അല്ലെ. അവിടുന്നാണ് ഉണർവുള്ള ബോധത്തിലേക്ക്, അല്ലെങ്കിൽ ചില ഗുരുപരിചയങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ സത്സംഗങ്ങളെ കൊണ്ട് ഉണരുന്നത്. ഏതെങ്കിലും ജന്മത്തിൽ അങ്ങനെ ഉണർന്നു കിട്ടിയാൽ നന്നാവുന്നാണ് ശങ്കരാചാര്യർ പറയണത്. ഞാൻ പറയണ മനുഷ്യത്വം, മുമുക്ഷത്വം, മഹാപുരുഷ സംയോഗം വളരെ അത്യപൂർവങ്ങളാണ്. അത്ര മനുഷ്യനായി ജനിക്കാൻ തന്നെ നല്ല പാടാ. കാരണം ഒന്ന് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ സ്വഭാവം കൊണ്ട് വീണ്ടും വല്ല മൃഗങ്ങളിലോ ഈവൻ സസ്യങ്ങളിലോ ജനിക്കാം. പിന്നെ പരിണമിച്ച് ഇങ്ങനെ മുകളിലോട്ട് വരണം. അതേസമയം മനുഷ്യന് മുകളിലേക്കും പോവാം. ഇനി മനുഷ്യൻ കിട്ടി, മനുഷ്യാണ്. മനുഷ്യത്വം, മുമുക്ഷത്വം, എന്നിട്ട് ഒരു മോക്ഷ ഉണ്ടായെങ്കിലല്ലേ പിന്നെ അതിലേക്ക് യാത്ര തുടങ്ങുള്ളൂ. അതുകൊണ്ടാവില്ല. അതിനുള്ള സാഹചര്യങ്ങളായില്ലേ ജീവിതത്തില്. ഇനി മോക്ഷേച്ചുണ്ടായി, ആ സമയത്ത് ഗുരു ഇല്ലെങ്കിലോ പിന്നെ ഇഷ്ടം. അപ്പൊ അത്തരം ഗുരുക്കന്മാരുണ്ടാവാന്ന് പറഞ്ഞാൽ പരമമായ ഭാഗ്യമായിട്ടാണ് ഭാരതത്തില് അതിനെ കണക്ക് കൂട്ടിയിരുന്നത്, കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ടാണ് പരമ ഗുരുക്കന്മാര് ഉണ്ടെങ്കിൽ ആൾക്കാരെ അന്വേഷിച്ചു ചെല്ലും. കാരണം ആത്യന്തികമായ ആത്മവിദ്യയെ കുറിച്ച് പഠിക്കാനാണ്. അവിടെയാണ്. പക്ഷെ ഇത് പഠിച്ചു വരുമ്പോൾ സന്യാസം എന്ന് പറഞ്ഞതൊക്കെ വിട്ടുപോകലല്ലെന്നും ആവശ്യമില്ലാത്തതിനെ ത്യജിക്കുന്നതാണെന്നും യമമാണെന്നും മനസ്സിലാവുക. അത് പറയുന്നത് ആത്മനിയന്ത്രണമുള്ളവൻ ശാന്തി ഉണ്ടാവുന്നതാണ് 64 പറയുന്നത്. ഞാൻ അടുത്ത വായിക്കാം.
പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായത്തെ പ്രസന്നചേതസ് സോഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠത്തെ. മനഃപ്രസാദം, മനഃശാന്തി കൈവരുമ്പോ അവന്റെ സർവ്വദുഃഖങ്ങൾക്കും നാശം സംഭവിക്കുന്നു. സമാധിസ്ഥാവസ്ഥ. നമ്മളുടെ മനസ്സ് പരമമായ ഹൃദയത്തിൽ അല്ലെങ്കിൽ ആത്മാവില് ചേർന്നിരിക്കുമ്പോ അതിന്റെ സ്വഭാവം നമുക്കുണ്ട്. അവിടെ ചേർന്നിരിക്കുമ്പോ പുറത്തേക്കുള്ള രാഗദ്വേഷ തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലേക്കുള്ള ആകർഷണം കുറയും. അതിനാണ് ഉപരത്തിന്ന് ഒരു തരത്തിൽ പറയാം, ഉൾവലിവ്. അപ്പോ പതുക്കെ പ്രസന്ന ചിത്തന്റെ പ്രജ്ഞ വരും. പ്രസന്ന ചിത്തം എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോ സാത്വിക ഗുണം അത് തന്നെയാണ്. പക്ഷെ ശാനം കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഗുണത്തിന്റെ ഈ 3 ത്രിഗുണങ്ങളുടെ മേലെയാണ് ഞാൻ. അതിലൊരു ക്ലാസ് തന്നെ വേണ്ടി വരും എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നതായിട്ട് പറയുന്നത്, പ്രസന്ന ചിത്തത വരണമെങ്കിൽ തന്റെ തന്നെ ഉള്ളിലുള്ള കൃഷ്ണനായിട്ടുള്ള പരമമായ അനന്തമായിട്ടുള്ള ഡാർക്കായിട്ടുള്ള അതിലേക്ക് എല്ലാം ആകർഷണമായിട്ടുള്ള ആ കൃഷ്ണനോട് ചേർന്നിരിക്കണം. അപ്പോഴാണ് നമുക്ക് പ്രസന്ന ചിത്തനാവുക. അത് നിലനിർത്തുമ്പോൾ ഒരു തരത്തിൽ നമുക്ക് ലൂസിലി നമുക്കത് സ്ഥിരപ്രജ്ഞ സ്റ്റേറ്റ് എന്ന് പറയാം. അതാണ് 2-ാം അധ്യായത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് ഞാൻ പറയില്ല, എന്തെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ഞാൻ ആ മുഴുവൻ ശ്ലോകം വായിക്കേണ്ടത് കരുതിയിട്ടാ. 21 ശ്ലോകങ്ങളാ. 67 കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഏകദേശം 55 തൊട്ട് 67 ശ്ലോകങ്ങൾ വരെ വളരെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ സംഗ്രഹിച്ചത്. കാരണം ഒരു അധ്യായം 2-3 ക്ലാസ്സിൽ തീർക്കാവുന്നതായിരുന്നു സ്വാമി പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ചോദിക്കാം കേട്ടോ. താങ്ക് യു സാറേ. നമസ്കാരം സാർ. എന്തായാലും നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണോ? 8:20 നമുക്ക് ക്വസ്റ്റ്യൻസ് സെക്ഷനിലേക്ക് കിടക്കാൻ വെച്ചിട്ടാണ് അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിക്കാം. നമുക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മനസ്സിലാവാത്തതുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ ചോദിക്കാം. റിഫ്ലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംസാരിച്ചാലും അതെ, നിങ്ങൾക്ക് അതിന്റെ നിങ്ങളുടേതായ ആംഗിളിൽ പറയാം. ഞാൻ എന്റേതായ ആംഗിളിലല്ലേ പറഞ്ഞേ. എല്ലാവർക്കും ഒരു ആംഗിൾ ഉണ്ട്. പക്ഷെ അത് വാദപ്രതിവാദത്തിനല്ലല്ലോ. നമുക്ക് ആ ഒരു വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയാണത്. ഇവിടെ ധൈര്യം അർജുനുള്ള വിഷാദം നമുക്ക് ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മൾ ചോദിക്കാം നമുക്ക് എന്തെങ്കിലും. തീർച്ചയായും ചോദിക്കുക, മുന്നോട്ട് വരിക. നമ്മളാകെ 13 പേരുള്ളൂ ഇപ്പോ. രണ്ടുപേര് ക്ലാസ് കഴിഞ്ഞപ്പോ പോയിന്റ് തോന്നുന്നു. 15 പേരുണ്ടായിരുന്നു. രാമപ്രകാശ് സാർ എന്തെങ്കിലുമൊക്കെ പറയൂ. സാറ് സംസാരിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. അതെ അതെ. അല്ല, സ്ഥിതപ്രജ്ഞയോഗമായിരുന്നു പറയാ. അല്ല, സ്ഥിതപ്രജ്ഞയോഗത്തിലായിരുന്നല്ലോ അന്നത്തെ ചർച്ച അല്ലെ? സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? സ്ഥിതപ്രജ്ഞയോഗം എന്ന് പറയുമ്പോ ഒരു എല്ലാവരും അച്ചീവ് ചെയ്യേണ്ട ഒരു ഇതാണ്, സംഭവമാണ് അല്ലെ സാർ? എനിക്ക് എപ്പോഴും തോന്നുന്നേ ഇവിടെ വായന നന്നായിരിക്കും. ഞാനൊരിക്കല് നീം കരോളി ബാബ എന്ന് പറഞ്ഞൊരു യോഗിയുണ്ട്. സുക്കർബർഗ് ഒക്കെ കേട്ടിട്ടില്ലേ? നമ്മുടെ ഫേസ്ബുക്കിന്റെ ഒക്കെ. ഹലോ, കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കുന്നുണ്ടാ? കേൾക്കുന്നുണ്ട് സാർ. സുക്കർബർഗ് ഇല്ലേ? സ്റ്റീവ് ജോബ്സ് ആപ്പിളിന്റെ
മുൻ ഓണറാ. ഓക്കെ, ഇവരൊക്കെ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുടെ ഉടമകള് സ്റ്റീവ് ജോബ്സ്, സുക്കർബർഗ് ഒക്കെ ഈ നൈനിതാലിനടുത്താണ്. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുണ്ട്. രത്തുകോട് എന്നുള്ളതാണ് ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. നൈനിതാൽ അവിടുന്ന് കേദാർ ബദരി റൂട്ടാണ് അത്. അവിടുന്ന് റാണിഘട്ട്, അൽമോറ, അങ്ങനെയാണ് ആ റൂട്ട് പോവുക. പണ്ടത്തെ പാരമ്പര്യ ഹിമാലയ യാത്രകൾ പോയിരുന്ന സ്ഥലങ്ങളാണ്. നൈനിതാലിന് കുറച്ചടുത്താണ്. അവിടുത്തെ നൈനിതാല് സിറ്റിയിലാണ് ഇദ്ദേഹത്തിന്റെ ആശ്രമം. കുറച്ച് വായിക്കുമ്പോഴേക്കും നമുക്ക് സ്ഥിരപ്രജ്ഞയുടെ ഒരു നേർചിത്രം. ഞാൻ കഴിഞ്ഞ ദിവസം രമണ മഹർഷി അതേപോലെ പറഞ്ഞു. നമുക്ക് കരോലി ബാബയും ഒരു ശിഷ്യനും ഒരിക്കലും ഇങ്ങനെ, ഇദ്ദേഹം എപ്പോഴും തന്റെ തന്നെ ആ സ്മൃതിയിൽ ആത്മവിചാരത്തിൽ മാത്രം അയാൾ അലയാവസ്ഥയിലാണ്. ഹനുമാൻ ഭക്തനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെ ചെന്നാലും സ്ത്രീകള് താളി കൊടുക്കും. താളി എന്ന് വെച്ചാൽ ഭക്ഷണം, ചപ്പാത്തിയും ചോറും. അപ്പൊ ഇയാൾക്ക് ഓർമ്മയുണ്ടാവില്ല, കഴിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ആരെങ്കിലും ഓർമ്മിപ്പിക്കും, സാർ മാസ്റ്റർ അങ്ങ് 43 കഴിച്ചു, 40 കഴിച്ചു. ഓ, ഇത്ര കഴിച്ചു, നല്ല സൈസാണ്. ഒരു ഓർമ്മയില്ല. അതൊരിക്കലും അദ്ദേഹം ശിഷ്യനുമായിട്ട് നടന്നു വരുമ്പോ ദാഹിച്ചു. ശിഷ്യൻ ചെന്ന് അവിടെ വടക്കേ ഇന്ത്യയില് കൽക്കിണറുകളാ, സ്റ്റെപ്പ് വെൽസ് എന്ന് പറയും. പല ടൈപ്പ് ഉണ്ട്. ഇത് വളരെ ആഴമുള്ള, എന്നാൽ വളരെ വീതിയില്ലാത്ത ഒരു സ്റ്റെപ്പ് വെല്ലായിരുന്നു. അപ്പൊ അതിന് തൊട്ടി വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും അടുത്തൊരു വീട്ടിൽ പോയി ഒരു തൊട്ടിയൊക്കെ മേടിച്ച് വെള്ളം എടുക്കാൻ. വളരെ അഗാധമായ ആളുള്ളതാണ് അവിടുത്തെ കിണറുകൾ. അങ്ങനെയാണ്. ശിഷ്യൻ വരുമ്പോഴേക്കും ഇദ്ദേഹം എടുത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യൻ ചാടിക്കഴിഞ്ഞ ആള് മരിച്ചു പോകും. അപ്പോ ഇതിന്റെ വ്യാഖ്യാതം എഴുതിയിരിക്കുക, ഇത്രയും ഉയർന്ന ബോധത്തിലുള്ള ആളെ അതിങ്ങനെ സംരക്ഷിച്ചു എന്നാ പറയണ. ശിഷ്യൻ വരുമ്പോ ആള് നീന്തി കുളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ ഇദ്ദേഹത്തിനെ പുറത്തെത്തിക്കാൻ പെട്ട പാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് ഇങ്ങനെ എന്താ പറയാ, രോമാഞ്ചം വരും എന്നൊക്കെ പറയില്ലേ, ഗുസ്ബംസ് വരും. അതെത്രയോ ഗുരുക്കന്മാര്, രമണ മഹർഷി, മീരാഭായി, കർണാടകയിലൊരു ഇതുപോലെ അക്ക മഹാദേവി, അവരുടെയൊക്കെ കൃതികളൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഈ ലയാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് എഴുതപ്പെട്ട കൃതികൾ നമുക്ക് മനസ്സിലാകും. അതൊക്കെ നമുക്ക് ഒരുപാട് മോക്ഷ ചിന്തയിലേക്കും ഉയർന്ന ചിന്തയിലേക്കും നമ്മളെ കൊണ്ടുപോകാൻ സഹായിക്കും ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.